കോട്ടയം മെഡിക്കൽ കോളേജിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങി. വെള്ളമടിക്കുന്ന മോട്ടോറിലെ തകരാറാണ് കാരണം. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ തുടരെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. നേരത്തെ ബിന്ദു എന്ന ആ യുവതി, ഈ വീട്ടമ്മ മരിച്ച സാഹചര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. പരാതികൾക്കൊക്കെ തന്നെ പരിഹാരം ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ തന്നെ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ വീണ്ടും ഈ സിസ്റ്റം എറർ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 3 ശസ്ത്രക്രിയകൾ മാത്രമാണ് നടന്നത് എന്നുള്ളൊരു ഔദ്യോഗിക വിശദീകരണം കൂടി ലഭിക്കുന്നുണ്ട്. മോട്ടോറിനുണ്ടായ ഒരു തകരാറാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കേണ്ടിയിരുന്ന പല ശസ്ത്രക്രിയകളും മുടങ്ങിയതായിട്ടുള്ള വിവരം തന്നെ ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ തകരാറ് പരിഹരിക്കാൻ രാവിലെ മുതൽ തന്നെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ഇത് പരിഹരിച്ച് ശസ്ത്രക്രിയകളടക്കം തുടങ്ങാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസവും എന്തായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഈ ഒരു സംഭവം കാരണം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അനസ്തേഷ്യ എടുത്ത പേഷ്യൻസ് വരെ, രോഗികൾ വരെ ഓപ്പറേഷൻ നടക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഏകദേശം 26ഓളം ശസ്ത്രക്രിയകൾ മുടങ്ങിയതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിൽ കൂടുതലുണ്ടോ എന്നറിയില്ല. എന്തായാലും 3 ശസ്ത്രക്രിയകൾ മാത്രമാണ് നടന്നത് എന്നുള്ളൊരു വിശദീകരണം, ഒരു വിവരം നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്നുമുണ്ട്. അനിൽ, വെള്ളമില്ലാത്തതിന്റെ പേരിൽ അങ്ങനെ ശസ്ത്രക്രിയകൾ കൂട്ടത്തോടെ മുടങ്ങി എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ദാരുണമായ വാർത്ത തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നത്. 3 ശസ്ത്രക്രിയകൾ മാത്രമാണ് നടന്നത്. 23ഓളം ശസ്ത്രക്രിയകൾ ഇതോടുകൂടി മുടങ്ങി. രോഗികൾ വല്ലാത്ത ദുരിതത്തിലാണെന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.